ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു വാരി റിന്യൂവബിൾസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. 2012 മുതൽ 2022 വരെ നീണ്ട 10 വർഷങ്ങൾ 100 രൂപയിൽ താഴെ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു വാരി. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2499 വരെ ക്രോസ് ചെയ്തു മുന്നോട്ട് പോയി. ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഇതിൻ്റെ ഓവറോൾ റിട്ടേൺ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 67,629% റിട്ടേൺ ആണ് നൽകിയത്. അതായത് നമ്മളൊരു റുപ്പി ടേംസിൽ പറയുകയാണെങ്കിൽ 5 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ വാല്യൂ റിന്യൂവബിൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 6 കോടി രൂപയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊരു നിക്ഷേപകൻ്റെയും കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒരു റിട്ടേൺ ആണിത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ അങ്ങനെ ഒരു റിട്ടേൺ നൽകാൻ അതിന് സഹായിച്ചത് തീർച്ചയായും അത് ഉൾക്കൊള്ളുന്ന സെക്ടറാണ്. അതായത് റിന്യൂവബിൾ സെക്ടറിലുള്ള ആ ഒരു ബുള്ളിഷ്നെസ്, മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, അത് മൊത്തത്തിൽ നിക്ഷേപകരെ ഈ സ്റ്റോക്കിലേക്ക് ഭ്രാന്തമായ രീതിയിൽ എൻട്രി എടുക്കാൻ സഹായിക്കുകയും അങ്ങനെ ഈ സ്റ്റോക്ക് വൻതോതിൽ മുന്നേറുകയാണ് ചെയ്തത്. ഇതേപോലെ ഏത് റിന്യൂവബിൾ സെക്ടറിലെ സ്റ്റോക്ക് എടുത്താലും ഇതേപോലെ മുന്നേറ്റം നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ഇരേഡ എന്ന് പറയുന്ന സ്റ്റോക്കും ഇതേ രീതിയിലുള്ള മുന്നേറ്റം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഒരു സ്റ്റോക്ക്, ഒരു റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള മറ്റൊരു സ്റ്റോക്ക് അത് അപ്പർ സർക്യൂട്ടിലേക്ക് പോയതായി കാണാം. അപ്പോൾ അങ്ങനെ പോയ ആ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന ഈ ഒരു സ്റ്റോക്ക് 271 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. 2021 ഒക്ടോബർ മാസം ലിസ്റ്റ് ചെയ്ത ഒരു MSME കമ്പനിയാണിത്. വലിയ തോതിലുള്ള സ്റ്റോക്ക് ഹിസ്റ്ററിയൊന്നും ഈ കമ്പനിക്ക് പറയാനില്ല. 2021 മുതലാണ് ഇതിൻ്റെ സ്റ്റോക്ക് ഹിസ്റ്ററി ആരംഭിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 65%, പബ്ലിക് ഹോൾഡിംഗ് 35%. അതായത് ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സോ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സോ ഇതിൽ തീരെ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് നമ്മളെ തീർച്ചയായും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റോക്കാണ് ഇന്ന് വിൽക്കാൻ ആരുമില്ലാതെ ബയേഴ്സ് മാത്രമുള്ള ഒരു സ്റ്റോക്കായിട്ട് അപ്പർ സർക്യൂട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ 0 സെല്ലേഴ്സാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്കിൻ്റെ പേര് ഡൈനാമിക് സർവീസസ് ആൻഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 2021 ഒക്ടോബറിലാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ 2001 ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ക്ലീനിങ് സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മെക്കനൈസ്ഡ് ക്ലീനിങ്, കൺസർവൻസി, അതുപോലെ ഹൗസ് കീപ്പിംഗ്, അതുപോലെ കാറ്ററിംഗ്, അതുപോലെ സെക്യൂരിറ്റി ആൻഡ് മാൻ പവർ സപ്ലൈ, ഇങ്ങനെ മാൻ പവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വളരെ ചെറിയൊരു കമ്പനിയായിരുന്നു ഇത്. അപ്പോൾ എവിടെയും നമുക്ക് ഈ കമ്പനിയുടെ ആ ഒരു ഇൻട്രഡക്ഷനിൽ എവിടെയും നമുക്ക് ഇതൊരു റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഒരു സോളാറോ അല്ലെങ്കിൽ വിൻഡ് പവറോ അങ്ങനെയുള്ള ഏതെങ്കിലും പവർ സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്കാണ് ഇത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒറ്റോട്ടത്തിൽ ഇതൊരു റിന്യൂവബിൾ സെഗ്മെൻറ്റുള്ള കമ്പനിയല്ല എങ്കിലും ഇതിൻ്റെ ബിസിനസ് ഡീറ്റെയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ കമ്പനി ഈ റിന്യൂവബിൾ സെഗ്മെൻറ്റിലേക്ക് സോളാർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തതായിട്ടും 720 കിലോ വാട്ടുള്ള ഒരു പ്രോജക്റ്റ് കാക്ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു പ്രദേശത്താണ്, അവിടെ ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ഒരു വിവരം നമുക്കിവിടെ കിട്ടും. ഇവർ ഈ അടുത്ത കാലത്താണ് ഈ പറയുന്ന റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ സോളാർ പവർ സെഗ്മെൻറ്റിലൊക്കെ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവർ 2 ദിവസം മുമ്പ്, അതായത് 19/4/24 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവർ പുറത്തുവിട്ട ഒരു കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ഡോക്യുമെൻ്റ്, അതിലാണ് ഇവർക്ക് പുതുതായിട്ട് മറ്റൊരു ഓർഡർ കിട്ടിയ കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ആ ഓർഡർ എന്ന് പറയുന്നത് റിന്യൂവബിൾ സെഗ്മെൻറ്റിലെ ഒരു സോളാർ പ്രൊജക്റ്റ് ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ടതാണ്. നാക്കോഫ് ഊർജ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു എൻറ്റിറ്റിയിൽ നിന്നാണ് ഇവർക്ക് ഈ ഓർഡർ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് ഓർഡർ യഥാർത്ഥത്തിൽ 150 മെഗാവാട്ട് സോളാർ പ്രോജക്റ്റാണ് ഈ ഒരു പ്രോജക്റ്റ്. ഇത് മഹാരാഷ്ട്രയിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ലൊക്കേഷനുകളിലും ഈ പറയുന്ന ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള ഒരു ഓർഡറാണ്.
അപ്പോൾ ഇവരുടെ വർക്ക് സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ്, അതിൻ്റെ എൻജിനീയറിങ്, അതിൻ്റെ സപ്ലൈ, കൺസ്ട്രക്ഷൻ, അസംബ്ലി, അതിൻ്റെ ടെസ്റ്റിംഗ്, അതിൻ്റെ കമ്മീഷനിങ് വരെയുള്ള കംപ്ലീറ്റ് ആ ഗ്രിഡിൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇവർ 18 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നതാണ് ഇവരുടെ അഗ്രിമെൻറ്റിലുള്ള വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 725 കോടിയുടെ ഒരു വലിയൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇത് 725 കോടി ഒരു വലിയ പ്രൊജക്റ്റ് ആകുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റോക്കിന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വെറും 271 കോടിയാണ്. അപ്പോൾ 271 കോടിയുള്ളൊരു ചെറിയൊരു കമ്പനിക്കാണ് 725 കോടിയുടെ ഇത്ര വലിയൊരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ കമ്പനിയെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഏകദേശം 2 ഇരട്ടിയോളം വലുപ്പമുള്ള ഒരു ഓർഡറാണിത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വാർത്ത നിക്ഷേപകർക്കിടയിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിലേക്ക് പോയിട്ടുള്ളത്. 10% ഒരു അപ്വേർഡ് മൂവ്മെൻ്റാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ കമ്പനിയുടെ ഒരു പ്രസൻറ്റ് ഫൈനാൻഷ്യൽ പൊസിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് 197 വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 17 രൂപയാണ്. അപ്പോൾ 17 രൂപയിൽ നിന്ന് 197ലേക്ക് ഈ സ്റ്റോക്കിൻ്റെ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട്. അപ്പോൾ 800% ഒരു വമ്പർ റിട്ടേൺ ഓൾറെഡി ഈ സ്റ്റോക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ പുതിയൊരു ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഇനി അടുത്ത ലെവലിലേക്കുള്ള വലിയൊരു കുതിപ്പാണ് നിക്ഷേപകർ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയോടെയാണ് ഇൻവെസ്റ്റേഴ്സ് ഭ്രാന്തമായ രീതിയിൽ ഈ സ്റ്റോക്കിൽ കയറിക്കൂടിയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 21.3 ആണ്. ഇൻഡസ്ട്രി PE 37.9 ആണ്. നമ്മൾ ആലോചിക്കണം, വാരി റിന്യൂവബിൾസിൻ്റെ PE റേഷ്യോ എന്ന് പറയുന്നത് 200 മുകളിലാണ്. ഇപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലാണ് PE റേഷ്യോ ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE വെറും 21.3 മാത്രമാണ്. അപ്പോൾ ഇനിയും എത്രമാത്രം ഈ സ്റ്റോക്ക് മുന്നോട്ട് പോയേക്കാം എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് ഇപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ROC നോക്കുകയാണെങ്കിൽ 21-ഉം ROE 19-ഉമാണ്. മികച്ച ഒരു ROCയും ROEയും ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സെയിൽസ് ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 21-ൽ 70 കോടി രൂപയുടെ സെയിൽസും മാർച്ച് 22-ൽ 72 കോടിയുടെ സെയിൽസും മാർച്ച് 23-ൽ 73 കോടിയുടെ സെയിൽസും ഇപ്പോൾ ട്രെയിലിംഗ് 12 മന്ത്സിൽ 92 കോടിയുടെ ഒരു സെയിൽസുമാണ് കാണുന്നത്. അപ്പോൾ ഒരു ഗ്രാജ്വലായിട്ടുള്ള നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം സെയിൽസിൽ നമുക്ക് കാണുന്നുണ്ട്. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 21-ൽ 1 കോടിയുടെ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയ കമ്പനി മാർച്ച് 22-ൽ 2 കോടിയുടെയും മാർച്ച് 23-ൽ 10 കോടിയുടെ ഒരു മുന്നേറ്റവും അതുപോലെ ട്രെയിലിംഗ് 12 മന്ത്സിൽ 13 കോടിയുടെ ഒരു പ്രോഫിറ്റുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനി ചെറിയ തോതിലുള്ളൊരു ടേൺ ഓവറൊക്കെ ആണെങ്കിലും അതിൽ ഒരു ഗ്രോത്ത് തീർച്ചയായും കാണുന്നുണ്ട്. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.34 ആണ്. ഒരു മാനേജബിൾ ആയിട്ടുള്ളൊരു 0.5-ന് താഴെയുള്ളൊരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കടമുള്ള കമ്പനിയല്ല. കൂടാതെ ഇവരുടെ ലോങ് ടേം ബോറോയിങ്സും ഷോർട്ട് ടേം ബോറോയിങ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ലോങ് ടേം ബോറോയിങ്സ് 5.61 crore മാത്രമാണ്. ഷോർട്ട് ടേം ബോറോയിങ്സ് 14 crore മാത്രമാണ്. എന്നാൽ ഇവർക്ക് ക്യാഷ് റിസർവ് ആയിട്ട് 46 crore ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ ഡെപ്റ്റ് ഒരു ത്രെട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഡെറ്റൊന്നും ഇവർക്കില്ല. അതുപോലെ ഇവരുടെ സ്റ്റോക്കുകളൊന്നും പ്ലഡ്ജ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കമ്പനി പൊതുവെ സേഫാണ്, ഒരു ഡെപ്റ്റ് കമ്പനി അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിയുടെ ആ ലോ പ്രൊഫൈൽ, അതായത് ഒരു വിറ്റുവരവ് വളരെ കുറവുള്ളതും അതുപോലെ ലാഭമൊക്കെ വളരെ കുറവുള്ളതുമായ ഒരു കമ്പനി എന്നുള്ള നിലയിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ കൃത്യമായി പരിഗണിച്ചേ പറ്റൂ. കാരണം ഒരു ചെറിയ കമ്പനിയാണ്. ഇപ്പോൾ ഇത് ഓൾ ടൈം ഹൈയിലുമാണ് ഉള്ളത്, കൂടാതെ അപ്പർ സർക്യൂട്ടിലുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ അത് എക്സിക്യൂട്ട് ആകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വൻതോതിൽ ഓപ്പറേറ്റേഴ്സ് സ്വാഭാവികമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ സ്റ്റോക്കുകളിലേക്ക് ശക്തമായ എൻട്രി എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം കറക്ഷൻ ഈ സ്റ്റോക്കിൽ വരാം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായും കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അപ്പോൾ ഈ സർക്യൂട്ടൊക്കെ നമുക്ക് താഴോട്ടേക്ക് വന്നേക്കാം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് കാണാൻ കഴിയുന്നത് 163 ഒരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞ ഒരു പ്രധാന ലെവൽ 146 അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. എന്നാൽ അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ പോലും
അത് കൃത്യമായും ഒരു സ്റ്റോപ്പ് ലോസ് അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്കുകളിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്രാഷാണ് വരിക. അതുകൊണ്ട് നമ്മളവിടെ തീർച്ചയായും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. പിന്നീട് ഈ സ്റ്റോക്ക് റിക്കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് റീ എൻട്രി എടുക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ വളരെയധികം ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് ആൻഡ് ദ വീഡിയോ.